എല്ലാവർക്കും നമസ്കാരം. ധനുഷിന്റെ 50ാമത്തെ ചിത്രമായ റായൻ കണ്ടു. അപ്പോ ധനുഷ് റായന്റെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നു, എന്റെ 50ാമത്തെ സിനിമയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി തരണമെന്ന്. അപ്പോ അദ്ദേഹം തന്നെ ഈ സിനിമ അങ്ങ് എഴുതി സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ ഇദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത റായൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ധനുഷിന്റെ ആദ്യത്തെ ഡയറക്ഷൻ പടമൊന്നുമല്ല ഇത്. ധനുഷ് മുമ്പ് ഒരു പവർ പാണ്ടി എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പഴയൊരു പടമാണ്. ഏതാണ്ട് ഒരു 8 വർഷം മുമ്പ് വന്നൊരു സിനിമയാണ്. അത് അന്ന് കണ്ടിരുന്നു. അതൊരു ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. നല്ല പടമാണ്. നല്ലോണം എൻജോയ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു നീറ്റ്, ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫിലിമാണ്. ഫാമിലി ഫീൽ ഗുഡ് ഫിലിം. റായൻ അങ്ങനെയല്ല. റായൻ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ ഉള്ള തനി വയലൻസ് നിറഞ്ഞ ഒരു സിനിമയാണ്. സിനിമ എങ്ങനെയുണ്ടോ നോക്കാം. എന്നെ വീഴ്ത്തിയത് ട്രെയിലറാണ്. ട്രെയിലർ കണ്ടാണ് ഞാൻ വീഴുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ യാതൊരു റിവ്യൂ നോക്കാതെ റായൻ കാണാൻ പോയി. റായൻ ഇന്റർവെല്ല് വരെ ഒരു ഫാമിലി സിനിമയായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. സഹോദരൻ, തങ്കച്ചിപ്പാസം, അണ്ണൻ പാസം, തമ്പിപ്പാസം, ഇതെല്ലാമായിട്ട് നിറഞ്ഞ ഒരു ഫാമിലി മൂവി പോലെ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു മറ്റേ ഇങ്ങനെ സ്പാർക്ക് വരുന്ന പോലെ കുറച്ച് ഗുണ്ടായിസം, ഇതെല്ലാം ചേർന്ന് ഇങ്ങനെ പോവുകയായിരുന്നു. ഇന്റർവെല്ല് കഴിഞ്ഞു. ഇന്റർവെല്ലായപ്പോ ഒരു ഗുമ്മില് നിർത്തി. പതിവ് പരിപാടി തന്നെയാണ്. ഒരു ഗുമ്മില് നിർത്തി. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് സിനിമ തുടങ്ങി. കയ്യിന്ന് പോയി. മൊത്തത്തിൽ സാധനം കയ്യിന്ന് പോയി. ഇവിടെ കയ്യിന്ന് പോയത് എന്താണെന്ന് പറഞ്ഞാൽ കഥയല്ല, അഭിനയമല്ല, രംഗങ്ങളല്ല, ഒന്നുമല്ല, ഡയറക്ഷൻ പോലുമല്ല. കയ്യിന്ന് പോയത് തിരക്കഥയാണ്. സാഹചര്യങ്ങൾ, കഥാപാത്രങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, സാഹചര്യങ്ങൾ പരസ്പരം എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യമൊക്കെ തനി കോമഡി ആയിട്ട് മാറി. അത് പിന്നെ എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ഒന്നിനും ഒരു ഉത്തരമില്ല. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു. എന്താ പറയാ, സഹോദരനെ കുത്തുന്നു, സഹോദരനെ കുത്തുന്നു, എന്തൊക്കെയോ ആരൊക്കെയോ കുത്തുന്നു. കുടുംബത്തിൽ എല്ലാരും മാറി മാറി കുത്തുകയാണ്. അപ്പൊ ധനുഷ് ഈ സിനിമ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോ തോന്നി. എന്താണെന്ന് വെച്ചാൽ, ധനുഷ് 50ാമത്തെ സിനിമ എടുക്കണം, ഒരു വയലൻസ് നിറഞ്ഞ ഒരു ആക്ഷൻ ത്രില്ലർ എടുക്കണമെന്ന് ധനുഷ് തീരുമാനിച്ചു. ധനുഷ് ആദ്യം പ്ലാൻ ചെയ്തു, എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ഒരു 100-500 പേരെ കുത്തി മലത്തണം. അത് കമ്പി കൊണ്ടും കടാര കൊണ്ടും ഇത്രയുള്ള വാള് കൊണ്ടും. ഈ മറ്റേ ഷേപ്പുള്ള വാളൊന്നും ഇപ്പൊ അത് കാണാറില്ല. ഇപ്പൊ മറ്റേ ഇത്ര നീളമുള്ള പിച്ചാത്തി പോലുള്ള സാധനങ്ങളാണ്, വെട്ടുകത്തി പോലുള്ള സാധനങ്ങളാണ്. ഇതുപോലെ എനിക്കും എന്റെ സഹോദരങ്ങൾക്കും, എന്റെ അനിയന്മാർക്കും ഒരു സഹോദരിയുണ്ട്, എന്റെ സഹോദരി ഉൾപ്പെടെ എല്ലാവർക്കും കുത്തി മലർത്തണം. എല്ലാം കൂടെ ഒരു 100-150 പേരെ എനിക്ക് ഈ സിനിമയിൽ കുത്തണം, കീറണം. ഈ ചവിട്ടുമടിയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാം കുത്താണ്, ബ്ലഡ് കുത്തി കീറുക. എത്ര കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ചുമ്മാ കണ്ടവനെ എല്ലാവരും 100-500 കുത്ത്. ജോൺ വിക് സ്റ്റൈലാണെന്ന് തോന്നുന്നു. കിൽ സിനിമയെ കണ്ടല്ലോ, അതേപോലെ കില്ലിന്റെ കൂടെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കുത്തി ഇത്രത്തോളം കുത്തും കീറലും കണ്ട് വെറുത്ത ഒരു സിനിമ വേറെ ഇല്ല. തുടക്കം മുതൽ അവസാനം വരെ കുത്താണ്. ഇന്റർവെല്ല് മുഴുവൻ ആളുകളെ കുത്തി കീറുന്നതാണ്, കുത്തി കീറി കളിക്കുകയാണ്. അതാണ് സംഭവം. ആ കുടുംബം മൊത്തത്തിൽ. അവസാനം അനിയൻ ചേട്ടനെ കുത്തുന്നു, ചേട്ടൻ അനിയനെ കുത്തുന്നു, സഹോദരി അനിയനെ കുത്തുന്നു. കുടുംബത്തിൽ എല്ലാവരും മാറി മാറി കുത്തുന്നു. ആരൊക്കെ എങ്ങനെയൊക്കെ തിരിയുന്നു എന്നൊന്നും യാതൊരു ഇതുമില്ല. അത് പ്ലോട്ട് കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. ഒരു പൊട്ടക്കഥ, അതിനേക്കാൾ ദുരന്തം പിടിച്ച ഒരു തിരക്കഥ. അവസാനം മൈൻഡൊക്കെ ഔട്ടായി. സിനിമയിൽ നിന്ന് പുറത്തു പോയി. എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയില്ല. സൺ പിക്ചേഴ്സ് ആണ് നല്ല ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഭയങ്കരം എന്ന് പറഞ്ഞാൽ സ്റ്റാർ കാസ്റ്റും ഭയങ്കരമാണ്. പിന്നിൽ വർക്ക് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ്, നമ്മളെ ക്രൂ, അവരും ഭയങ്കര ഇതാണ്. മ്യൂസിക് റഹ്മാൻ, ഡാൻസ് ചെയ്തിരിക്കുന്ന പ്രഭുദേവ, പിന്നെ നടന്മാരിൽ തന്നെ എത്ര പേര്, എല്ലാരും ഭയങ്കരമാണ്. പ്രകാശ് രാജുണ്ട്, ജയസൂര്യ ഉണ്ട്. ഇതിലാരും ഓവറായിട്ടൊന്നും കാഴ്ചവെച്ചിട്ടില്ല. പിന്നെ ആരും അഭിനയിച്ച് കുളമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് എടുത്തു പറയാൻ മാത്രമുള്ള പെർഫോമൻസ് വരത്തില്ല. മലയാളികളിൽ കാളിദാസ് ജയറാമും പിന്നെ അപർണ ബാലമുരളി ഇവരൊക്കെ ഉണ്ട്. അപർണ ബാലമുരളിയൊക്കെ നമ്മളെ സൂറൈ പോർട്ടറിന്റെ സെയിം ടൈപ്പ് പെർഫോമൻസ് കൊള്ളാം, മോശം പറയാൻ പറ്റില്ല. ഇതിലൊന്നും ചെയ്യാനില്ലാത്ത ഒരു അഭിനേതാവാണ് നമ്മൾ ധനുഷ് ഒന്നും ചെയ്യാനില്ല. സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരാനും ഇങ്ങനെ നോക്കാനും ഒക്കെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു ജോലി ഇല്ലാത്ത ഒരു നടനാണ് ധനുഷ്. അപ്പൊ ധനുഷിന്റെ 50ാമത്തെ സിനിമ എന്നുള്ള രീതിയിൽ റായൻ ഒരു പൂർണ്ണ പരാജയമാണെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളാരും തിയേറ്ററിൽ പോയി ഞാനായിട്ട് ഇനി അത് റിവ്യൂല് പറയുന്നില്ല. തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജ്, ബിലോ ആവറേജ് പടം മാത്രമാണ്. അങ്ങനെ 50ാമത്തെ സിനിമയിൽ വിജയ് തോറ്റിട്ടുണ്ട്. സുറ 50ാമത്തെ സിനിമ, സൂര്യ വിജയിച്ചു. സിംഗം എന്തോ ആണ്.
അതും കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ എന്താണ് 50-ാമത്തെ പടം വേറെ ആരാണ്, നമ്മളെ മഹാരാജ വിജയ് സേതുപതി, പുള്ളിക്കാരൻ വിജയിച്ചു 50-ാമത്തെ പടത്തിൽ. അങ്ങനെ 50-ാമത്തെ പടത്തിൽ നമ്മൾ ധനുഷ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.